Hi students, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 1 നമ്പർ സിസ്റ്റംസ് പാർട്ട് 3നെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രാക്ടീസ് പ്രോബ്ലംസ് ആണ്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറി നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പ്ലീസ് ഗോ ത്രൂ ദാറ്റ്. സോ ലെറ്റ് us start. First question. Classify the following numbers as rational or irrational numbers. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് റാഷണൽ ആണോ ഇറാഷണൽ ആണോ പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് വൺ 2 മൈനസ് റൂട്ട് 5. സൊല്യൂഷൻ, അതായത് റൂട്ട് 5 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇറാഷണൽ നമ്പറാണ് നമുക്കറിയാം. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ് ആണ്. അതായത് സ്റ്റോപ്പ് ആവില്ല, റിമൈൻഡർ ഒരിക്കലും സീറോയിൽ എൻഡ് ആവുന്നില്ല. അത് മാത്രമല്ല റിപ്പീറ്റഡ് ആയിട്ടും വരില്ല. ഇറ്റ് ഗോസ് ഓൺ, കുറേ ഡിജിറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് റെപ്പിറ്റേഷൻ അല്ല, നോൺ റിപ്പീറ്റഡ് ഫോം ആണ്. ഓക്കെ, so root 5 യുടെ വാല്യൂ 2.2360679 എക്സെട്ര. പാറ്റേൺ നോക്കി അറിയാം, റെപ്പിറ്റേഷൻ ഒന്നുമില്ല. ഇനി നമുക്കറിയാം, അതായത് ഈ ഒരു വാല്യൂ റൂട്ട് 5 യുടെ വാല്യൂ എന്ന് പറയുന്നത് നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ് ആണ്. അപ്പോൾ റൂട്ട് 5 ഇസ് ഇറാഷണൽ നമ്പർ. ഇനി നമ്മൾ 2 മൈനസ് റൂട്ട് 5 ചെയ്യണം. അതായത് 2 മൈനസ് റൂട്ട് 5 യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2.2360679 എക്സെട്ര. അപ്പോൾ നമുക്ക് 2 മൈനസ് 2 പോയിന്റ് വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡെസിമൽ പോയിന്റിന് പ്രീവിയസ് ആയിട്ടുള്ള 2 ഇല്ലേ രണ്ടിലും, അത് 0 ആയിരിക്കും. എന്നിട്ട് അത് മാത്രമല്ല ഹയർ വാല്യൂ ആണ് നമ്മൾ മൈനസ് കഴിഞ്ഞിട്ട് വരുന്നത്. സോ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? കാരണം 2 മൈനസ് 2.236 എക്സെട്ര ആണ്. അപ്പോൾ സെക്കൻഡ് നമ്പർ ആണ് ഇവിടെ ഹയർ വാല്യൂ. അപ്പോൾ അതുകൊണ്ട് ആൻസർ നെഗറ്റീവ് ആയിരിക്കും. മൈനസ് 0.2360679 എക്സെട്ര. ഓക്കെ, ഇവിടെ എക്സെട്ര ഉണ്ട്, അതായത് ഇത് സ്റ്റോപ്പ് ആവുന്നില്ല. ഈ വാല്യൂ ഇറ്റ് ഗോസ് ഓൺ. ഇനി നമുക്കറിയാം ഇതും സ്റ്റോപ്പ് ആവില്ല അല്ലെ, ഈ ഒരു വാല്യൂ എൻഡ് ആവുന്നില്ല, നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ് ആണ്. അപ്പൊ നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് കിട്ടിയ വാല്യൂ, അതായത് 2 മൈനസ് റൂട്ട് 5 എന്താണ്? അതും നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ് ആണ്, അതായത് അതും ഇറാഷണൽ നമ്പർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ ക്ലാസിഫൈ ചെയ്യാൻ 3 പ്ലസ് റൂട്ട് 23 മൈനസ് റൂട്ട് 23. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സിമ്പിൾ ആണ്. റൂട്ട് 23 റൂട്ട് 23 നമുക്ക് ക്യാൻസൽ ചെയ്യാം, ശരിയല്ലേ? ഈ റൂട്ട് 23 മൈനസ് റൂട്ട് 23 വരും. സോ ഇത് ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് വാല്യൂ 3 ആണ് കിട്ടുക. 3 എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം റാഷണൽ നമ്പർ ആണ് അല്ലെ. 3 എന്ന് പറയുന്നത് 3/1 എന്ന് എക്സ്പ്രസ് ചെയ്യാം അല്ലെ. അപ്പൊ 3 എന്ന് പറയുന്നത് p/q ഫോം ആണ്. q നോട്ട് ഈക്വൽ ടു 0 ആണ്. ഹെൻസ് 3 ഇസ് എ റാഷണൽ നമ്പർ. അപ്പൊ 3 പ്ലസ് റൂട്ട് 23 മൈനസ് റൂട്ട് 23 എന്താണ്? റാഷണൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 ഡിവൈഡഡ് ബൈ റൂട്ട് 7 ഡിവൈഡഡ് ബൈ 7 ബൈ റൂട്ട് 7. ഓക്കെ, അപ്പൊ ഇവിടെ എപ്പോഴും നമ്മൾ ഡിവിഷനിൽ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ p/q ഫോമിലാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ ഡിനോമിനേറ്ററിനെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ന്യൂമറേറ്ററിന്റെ ഒപ്പം. അതായിരിക്കും ഈസിയർ. സോ ഇവിടെ 2 ഡിവൈഡഡ് ബൈ റൂട്ട് 7 ഡിവൈഡഡ് ബൈ 7 ബൈ റൂട്ട് 7 ആണ്. അപ്പൊ ഈ 7 ബൈ റൂട്ട് 7ന്റെ റെസിപ്രോക്കൽ എടുക്കുക, എന്നിട്ട് ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2 ബൈ റൂട്ട് 7 ഇൻറ്റു റൂട്ട് 7 ബൈ 7. ഓക്കെ, അപ്പോൾ റൂട്ട് 7 റൂട്ട് 7 ക്യാൻസൽ ആയി. ആൻസർ എന്താ? 2 ഡിവൈഡ് ബൈ 7. നമുക്കറിയാം 2/7 എന്നുള്ളത് p/q ഫോം, q നോട്ട് ഈക്വൽ ടു 0. ഹെൻസ് ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 2 ഡിവൈഡഡ് ബൈ റൂട്ട് 7 ഡിവൈഡഡ് ബൈ 7 ബൈ റൂട്ട് 7 എന്ന് പറയുന്നത് റാഷണൽ നമ്പർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ഈച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ്. തന്നിരിക്കുന്ന എക്സ്പ്രഷൻസിനെ സിംപ്ലിഫൈ ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3 പ്ലസ് റൂട്ട് 3 ഇൻറ്റു 2 പ്ലസ് റൂട്ട് 2. അപ്പോൾ ജസ്റ്റ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക, എല്ലാം ഡിസ്ട്രിബ്യൂട്ട്, മൾട്ടിപ്ലിക്കേഷൻ ഓവർ സം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഓരോ ടേംസും സെപ്പറേറ്റ് ആയി മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എഴുതും. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്താ? ഇവിടെ ഫസ്റ്റ് ടേം 3 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു റൂട്ട് 2. അപ്പോൾ തന്നെ നമുക്ക് 3 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു റൂട്ട് 2 ദാറ്റ് ഇസ് 6 പ്ലസ് 3 റൂട്ട് 2. ഇതാണ് ഫസ്റ്റ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത്. സെക്കൻഡ് ടേം റൂട്ട് 3 ആണ്. ഇനി റൂട്ട് 3 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യുക, റൂട്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദിസ് പ്ലസ് ഇത് ഫസ്റ്റ് സെറ്റിന്റെ, അത് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയതാണ്. ഇനി സെക്കൻഡ് സെറ്റിന്റെ റൂട്ട് 3 കൊണ്ട് 2 മൾട്ടിപ്ലൈ ചെയ്താൽ 2 റൂട്ട് 3 പ്ലസ് ലാസ്റ്റ് വൺ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 ആണ്.
റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 ആണ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2, അതായത് റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്താ, റൂട്ട് എ ബി ആണ് അല്ലെ. അപ്പൊ നമ്മൾ റൂട്ടിൻ്റെ ഉള്ളിൽ ഇത് പ്രോഡക്റ്റ് ആയി എഴുതിയാൽ മതി. ദാറ്റ് ഇസ് റൂട്ട് 6. ക്ലിയർ ആയല്ലോ? സോ റൂട്ട് 6. അപ്പൊ അത് വേറെ സിംപ്ലിഫിക്കേഷൻ ഒന്നും ഇല്ല, അങ്ങനെ തന്നെ എഴുതാം. 2 റൂട്ട് 3 പ്ലസ് റൂട്ട് 6. ക്ലിയർ ആയല്ലോ? ഇനിയിപ്പോൾ ഇതിൽ ആഡ് ചെയ്യാൻ കോമൺ ടേംസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ലൈക്ക് ടേംസ് ഒന്നും ഇല്ല. സോ അത് അങ്ങനെ തന്നെ എഴുതാം. ഇതാണ് സിംപ്ലിഫൈഡ് ഫോം. 6 plus 3 root 2 plus 2 root 3 plus root 6. Next question. 3 plus root 3 into 3 minus root 3. So ഇവിടെ ഒരു ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത് എന്താ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. a plus root b into a minus root b എന്ന് പറയുന്നത് എന്താ, a square minus b. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ചു വെക്കാൻ ഡിഫിക്കൽട്ടായി തോന്നുന്നുണ്ടെങ്കിൽ എപ്പോഴും a plus b into a minus b equal to a square minus b square. അതായിരിക്കും ഏറ്റവും ഈസിയർ. കാരണം എന്താ, അത് ജനറൽ ഫോം ആണ്. നമുക്ക് എ ആൻഡ് ബി ഏത് ഫോമിൽ വന്നാലും ആൻസർ തെറ്റിപ്പോവില്ല. ഓക്കെ, ഇപ്പോൾ ഓരോന്നിനും ഓരോ ഫോർമുല പഠിച്ചു വെക്കുന്നതിനേക്കാളും ജനറൽ ഫോം ക്ലിയർ ആയി പഠിച്ചു വെക്കാം. സോ എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു എ മൈനസ് റൂട്ട് ബി. ഇപ്പൊ സപ്പോസ് ഇവിടെ ജനറൽ ഫോം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് എ സ്ക്വയർ മൈനസ് ബി പറയുകയാണെങ്കിൽ ഞാൻ രണ്ടും പറഞ്ഞുതരാം. എ സ്ക്വയർ മൈനസ് ബി പറയുമ്പോൾ ഇവിടെ എ 3 ആണ്, ബി എന്ന് പറയുന്നത് റൂട്ടിന്റെ ഉള്ളിലെ വാല്യൂ ആണ്, അതായത് 3. ക്ലിയർ ആയ? ആ റൂട്ടിന്റെ ഉള്ളിലത്തെ വാല്യൂ ആണ് ബി, അതാണ് ശ്രദ്ധിക്കേണ്ടത്. സോ എ സ്ക്വയർ മൈനസ് ബി എന്താവും, 3 സ്ക്വയർ മൈനസ് 3, അതായത് 9 മൈനസ് 3 ദാറ്റ് ഇസ് 6. ഇങ്ങനെ ആൻസർ കിട്ടി. ലെറ്റ് ഇറ്റ് ബി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അതാണ് കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റുന്ന ഈസിയർ ആയിട്ടുള്ള വേ. അപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ കൺഫ്യൂസ്ഡ് ആവില്ലല്ലോ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് 3യും ബി എന്ന് പറയുന്നത് റൂട്ട് 3 ആണ്. സോ എ സ്ക്വയർ അതായത് 3 സ്ക്വയർ മൈനസ് ബി എന്ന് പറയുന്നത് റൂട്ട് 3 ആണ്, റൂട്ട് 3 സ്ക്വയർ. So 3 square 9 ആണ്. root 3 square, square root of a number സ്ക്വയർ ചെയ്താൽ സ്ക്വയർ റൂട്ട് ക്യാൻസൽ ആവും. അപ്പോൾ 3 തന്നെ വരും. This is 6. ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കൺവീനിയൻറ്റ് അത് മനസ്സിലാക്കി ആ ഫോർമുല ഫോളോ ചെയ്തിട്ട് പഠിച്ചു വയ്ക്കാം. എപ്പോഴും ജനറൽ ഫോം ആയിരിക്കും കുറച്ചും കൂടി വിതൗട്ട് കൺഫ്യൂഷൻ യു ക്യാൻ ഫോളോ. മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് ഓരോന്നിനും ഓരോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും. ബിക്ക് പകരം റൂട്ട് ആയിട്ടുള്ള വാല്യൂ എടുക്കും, അപ്പോൾ മിസ്റ്റേക്ക് ആവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ തന്നെ സിംപ്ലിഫൈ റൂട്ട് 5 പ്ലസ് റൂട്ട് 2 ഹോൾ സ്ക്വയർ. ഇത് സാധാരണ നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ചെയ്യുന്ന പോലെ തന്നെ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ എന്ന് പറയുന്നത് റൂട്ട് 5 ആണ്, ബി എന്ന് പറയുന്നത് റൂട്ട് 2 ആണ്, അത്രയേ ഉള്ളൂ. സോ റൂട്ട് 5 ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു റൂട്ട് 5 ഇൻറ്റു റൂട്ട് 2 പ്ലസ് റൂട്ട് 2 ഹോൾ സ്ക്വയർ. ഓക്കെ, റൂട്ട് 5 ഹോൾ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് ക്യാൻസൽ ആയി 5 പ്ലസ് 2 ഇൻറ്റു റൂട്ട് 5 ഇൻറ്റു റൂട്ട് 2 എന്താ, റൂട്ട് എ ബി, ദാറ്റ് ഇസ് റൂട്ട് 5 ഇൻറ്റു 2. അപ്പോൾ റൂട്ട് 10 എന്ന് എഴുതാം. പ്ലസ് റൂട്ട് 2 ഹോൾ സ്ക്വയർ എന്താ, 2. ഇനി ലൈക്ക് ടേംസ് ഗ്രൂപ്പ് ചെയ്യാം. 5 പ്ലസ് 2 7 ആണ്, 7 പ്ലസ് 2 റൂട്ട് 10. ക്ലിയർ ആയല്ലോ? അതായത് 7 പ്ലസ് 2 റൂട്ട് 10 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൂട്ട് 5 മൈനസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 5 പ്ലസ് റൂട്ട് 2. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ചെയ്താൽ മതി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ ഇപ്പോൾ എ എന്ന് പറയുന്നത് റൂട്ട് 5, ബി എന്ന് പറയുന്നത് റൂട്ട് 2 ആണ്. അപ്പോൾ റൂട്ട് 5 ഹോൾ സ്ക്വയർ മൈനസ് റൂട്ട് 2 ഹോൾ സ്ക്വയർ, ദാറ്റ് ഇസ് 5 മൈനസ് 2 3. ക്ലിയർ ആയാലും? അങ്ങനെയാണ് 3 എന്നുള്ള ആൻസർ കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീകോൾ pi is defined as the ratio of the circumference, say c, of a circle to its diameter, say d. That is pi equal to c by d. അപ്പോൾ പൈ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാ? ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് സി ആയിട്ട് കൺസിഡർ ചെയ്യുക, അതിന്റെ ഡയമീറ്റർ ഡി ആണെങ്കിൽ പൈ ഇസ് ഗിവൺ ബൈ ദ റേഷ്യോ ഓഫ് സർക്കംഫറൻസ് ടു ഡയമീറ്റർ സി ഡിവൈഡഡ് ബൈ ഡി. This seems to contradict the fact that pi is irrational. പക്ഷെ നമുക്കറിയാം പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറാഷണൽ ആണ്, അതായത് നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ് ആണ് അല്ലെ. സോ
അത് കോൺട്രഡിക്ഷൻ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് പൈയുടെ ഡെഫിനിഷൻ C/D ആണ്. അതായത് സർക്കിളിന്റെ സർക്കംഫറൻസ് ഒരു വാല്യൂ ഉണ്ടാവും, ഡിവൈഡ് ബൈ ഡയമീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് വാല്യൂസും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായാലും ഒരു ഇററാഷണൽ വാല്യൂ ആയിരിക്കില്ല. പക്ഷെ പൈ ഇററാഷണൽ ആണെന്ന് നമുക്കറിയാം. അപ്പൊ രണ്ടും കോൺട്രഡിക്ഷൻ വന്നു അല്ലെ. അപ്പൊ ഹൗ വിൽ യു റിസോൾവ് ദിസ് കോൺട്രഡിക്ഷൻ? സോ ദർ ഇസ് നോ കോൺട്രഡിക്ഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു വാല്യൂ സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എക്സാക്ട് വാല്യൂ കിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു എക്സാക്ട് വാല്യൂ അല്ല കിട്ടും. അതുകൊണ്ട് നമുക്ക് റിയലൈസ് ചെയ്യാം C/D. അതായത് നമുക്ക് C/D എന്ന് പറയുന്നത് ഇറാഷണൽ ആണോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഈ പറയുന്ന സർക്കംഫറൻസും ഡയമീറ്റർ ഒക്കെ നമ്മൾ ഇതുപോലെ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുമ്പോൾ നമുക്കത് ഇറാഷണൽ ആണോ അല്ലയോ എന്ന് പെർഫെക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ക്ലിയർ ആയി? അപ്പോൾ അത് കാരണം വാല്യൂ ഓഫ് പൈ എന്ന് പറയുന്നത് നമുക്കറിയാം, വാല്യൂ ഓഫ് പൈ ഇസ് 22/7, അതായത് 3.142857 എക്സെട്ര ഇറ്റ് ഗോസ് ഓൺ. സോ ഇവിടെ കോൺട്രഡിക്ഷൻ ഒന്നുമില്ല. പൈ എന്ന് പറയുന്ന വാല്യൂ എന്താണ്? ഇറാഷണൽ തന്നെയാണ്. നെക്സ്റ്റ്, റാഷണലൈസ് ദ ഡിനോമിനേറ്റേഴ്സ് ഓഫ് ദ ഫോളോയിങ്. ഇപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഡിനോമിനേറ്റേഴ്സിനെ റാഷണലൈസ് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 ഡിവൈഡഡ് ബൈ √7 മൈനസ് √6. നമ്മൾ ഇവിടെ റാഷണലൈസ് ചെയ്യാൻ ഈ ഒരു ടേം കൺസിഡർ ചെയ്യാം. ഡിനോമിനേറ്റർ √7 മൈനസ് √6 ആണ്. √7 മൈനസ് √6ന്റെ ജസ്റ്റ് കോൺജുഗേറ്റ് അല്ല, ഓപ്പോസിറ്റ് പെയർ എന്ന് പറയുന്നത് ഈ മൈനസ് എന്നുള്ള പ്ലസ് ടേം ആയിട്ട് എടുക്കാം. ഓക്കെ, അതായത് √7 പ്ലസ് √6 കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഈ √7 പ്ലസ് √6 ഡിനോമിനേറ്ററിൽ മാത്രമല്ല ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. ഓൾറെഡി ഇവിടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 1 ആണ്. സോ 1 ഡിവൈഡഡ് ബൈ √7 മൈനസ് √6 ഇൻറ്റു √7 പ്ലസ് √6 ഡിവൈഡഡ് ബൈ √7 പ്ലസ് √6. ക്ലിയർ ആയല്ലോ? സോ 1 ഇൻറ്റു √7 പ്ലസ് √6 എന്താ? √7 പ്ലസ് √6. ഡിനോമിനേറ്ററിൽ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി അപ്ലൈ ചെയ്യാം. അതായത് a² മൈനസ് b². സോ റൂട്ട് ക്യാൻസൽ, അപ്പോൾ 7 മൈനസ് 6 വരും ഡിനോമിനേറ്ററിൽ അല്ലെ, അതായത് 1. ക്ലിയർ ആയല്ലോ? അപ്പൊ ഡിനോമിനേറ്റർ 1 കിട്ടും. ന്യൂമറേറ്റർ ഓൾറെഡി നമുക്ക് √7 പ്ലസ് √6 ആണെന്ന് അറിയാം. സോ ആൻസർ എന്താ? √7 പ്ലസ് √6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1 ഡിവൈഡഡ് ബൈ √5 പ്ലസ് √2. ഓക്കെ, അപ്പൊ ഇവിടെ പ്ലസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എടുക്കാം, മൈനസ് ടേം എടുക്കാം. എന്നിട്ട് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ √5 പ്ലസ് √2 ഇൻറ്റു √5 മൈനസ് √2 ഡിവൈഡഡ് ബൈ √5 മൈനസ് √2. സോ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് √5 മൈനസ് √2 ആണ് വരിക. ഇൻറ്റു 1 പറഞ്ഞ ആ ടേം തന്നെ. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a² മൈനസ് b² ഫോം എടുക്കാം. √5 ഹോൾ സ്ക്വയർ മൈനസ് √2 ഹോൾ സ്ക്വയർ, അതായത് 5 മൈനസ് 2 ദാറ്റ് ഇസ് 3 അല്ലെ. ഇനി ന്യൂമറേറ്റർ ഓൾറെഡി √5 മൈനസ് √2 ആണെന്ന് അറിയാം. സോ √5 മൈനസ് √2 ഡിവൈഡഡ് ബൈ 3 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ്. ഓരോന്നും ഇതേപോലെ നമ്മൾ ലോസ് ഓഫ് എക്സ്പോണൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ട ആൻസർ ആണ്. 64 റേസ് ടു 1/2. ഓക്കെ, 64 റേസ് ടു 1/2 എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പവർ ശ്രദ്ധിക്കാം, 1/2 ആണ്. സോ ആ 64 എന്നുള്ള വാല്യൂ ഇൻ ടേംസ് ഓഫ് 2, അതായത് ഒരു നമ്പർ റേസ് ടു 2 ഫോമിൽ എക്സ്പ്രസ് ചെയ്താൽ ഈ പവർ 2 1/2 അത് ക്യാൻസൽ ആയി. അങ്ങനെ വേണം ശ്രദ്ധിക്കാൻ. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിന്റെ പവർ ശ്രദ്ധിക്കാം. ആ പവർ ഇപ്പോൾ റെസിപ്രോക്കൽ ഫോമിലാണെങ്കിൽ അപ്പോൾ അതനുസരിച്ച് അത് ക്യാൻസൽ ചെയ്യാവുന്ന രീതിയിൽ, ഇപ്പോൾ 1/2 ആണെങ്കിൽ 2 ആണ് പവർ വരുന്ന രീതിയിൽ നമ്മൾ തന്നിരിക്കുന്ന നമ്പറിനെ എക്സ്പ്രസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 64 എന്ന് പറയുന്ന വാല്യൂ 8² ആണ്. ഓക്കെ, കാരണം 8 × 8 ആണ് 64 നമുക്കറിയാം. സോ 8ന്റെ സ്ക്വയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും 64. അപ്പോൾ 64 റേസ് ടു ഹാഫിനെ നമുക്ക് 8² റേസ് ടു ഹാഫ് എന്ന് എഴുതാം അല്ലേ. ഇനി ലോ ഓഫ് എക്സ്പോണന്റ്, അതായത് a റേസ് ടു m ഹോൾ റേസ് ടു n എന്താ? a റേസ് ടു m ഇൻറ്റു n ആണ്. അതിവിടെ അപ്ലൈ ചെയ്യാം. സോ ഈ വാല്യൂ എന്താവും? 8 റേസ് ടു 2 ഇൻറ്റു 1/2. ഈ 2 1/2 ക്യാൻസൽ ചെയ്താൽ 8 ആണ് ആൻസർ കിട്ടുക. അതാണ് സിംപ്ലിഫൈഡ് ഫോം. ക്ലിയർ ആയോ? നെക്സ്റ്റ് 125 റേസ് ടു 1/3. അഗെയിൻ 125നെ ഇൻ ടേംസ് ഓഫ് ഒരു നമ്പർ റേസ് ടു 3 ടേംസിൽ ആക്കാൻ പറ്റുമോ നോക്കുക. ഓക്കെ, എല്ലാ നമ്പേഴ്സും അങ്ങനെ ആക്കാൻ പറ്റണം എന്നില്ല, ചെയ്യാൻ പറ്റിയാൽ പവേഴ്സ് സിംപ്ലിഫൈഡ് ആവും. സോ ഇവിടെ 5 ഇൻറ്റു 5 ഇൻറ്റു 5
ഇതാണ് 125. അതായത് 5 raised to 3 ആണ് 125. ഇനി 125 raised to 1/3 ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ 5 raised to 3 raised to 1/3. വീണ്ടും ലോ ഓഫ് എക്സ്പോണന്റ് അപ്ലൈ ചെയ്യുക. a raised to m raised to n എന്താ? a raised to m into n. സോ 5 raised to 3 into 1/3. 3യും 3യും ക്യാൻസൽ ചെയ്താൽ 5 ആണ് സിംപ്ലിഫൈഡ് ആൻസർ വരും. നെക്സ്റ്റ് 32 raised to 1/5. ഓക്കെ, 32 എന്ന് പറയുന്നത് 2 raised to 5 ആണ്. അതായത് 2നെ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വാല്യൂ എന്താ കിട്ടുക? 32. ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മൾട്ടിപ്പിൾ ഫോമിൽ ആദ്യം ആലോചിക്കാം. 4 into 8 ആണ് 32. ഇനി 4 എന്ന് പറയുന്നത് 2 into 2 ആണ്. 8 എന്ന് പറയുന്നത് 2 into 2 into 2 ആണ്. അപ്പോൾ ഇവിടെ 2 എത്ര ടൈംസ് വന്നു? 1 2 3 4 5. ഇങ്ങനെ ചെയ്താലും മതി. 2 raised to 5. കുറേ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഏത് നമ്പർ റേസ് ചെയ്ത് എത്ര പവർ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി കിട്ടും. ഓക്കെ, ഒരുപാട് ഹയർ വാല്യൂസ് അല്ലെങ്കിൽ സ്മോളർ വാല്യൂസ് തീർച്ചയായിട്ടും കിട്ടും. സോ 2 raised to 5 ആണ് 32. ഇനി 32 raised to 1/5 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അഗെയിൻ a raised to m raised to n equal to a raised to m into n ചെയ്യാം. സോ ഇവിടെ 2 raised to 5 into 1/5. അപ്പോൾ ഈ പവേഴ്സ് ക്യാൻസൽ ആയി ആൻസർ എന്താ കിട്ടുക? 2 ആണ് ആൻസർ. നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഫൈൻഡ് 9 raised to 3/2. അതായത് തന്നിരിക്കുന്നതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. ഒന്നെങ്കിൽ സിംപ്ലിഫൈ എന്ന് പറഞ്ഞിട്ട് തരും, അല്ലെങ്കിൽ ഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് തരും. 9 raised to 3/2. ഓക്കെ, അപ്പോൾ 9 raised to 3/2 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ 3/2 എന്ന് പറയുന്നത് പവർ ആണ്. ഈ 9നെ ഏതെങ്കിലും നമ്പറിന്റെ പവറിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമുക്കറിയാം 9 എന്ന് പറയുന്നത് 3 into 3 ആണ് അല്ലെ. അപ്പോൾ 9 raised to 3/2നെ എങ്ങനെ എഴുതാം? 3 into 3 raised to 3/2. 3 into 3 പറയുന്നത് 3 square ആണ്. സോ 3 square raised to 3/2. ഓക്കെ, അഗെയിൻ a raised to m into n അപ്ലൈ ചെയ്യാം. അപ്പോൾ 3 raised to 2 into 3/2. 2 2 ക്യാൻസൽ ചെയ്താൽ 3 raised to 3 വരും അല്ലെ. 3 cube that is 27. 3 into 3 into 3 എത്രയാ? 27. സോ നമുക്ക് ആൻസർ കിട്ടി 27. ക്ലിയർ ആയല്ലോ. അപ്പോൾ പവേഴ്സ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫൈനൽ സിംപ്ലിഫൈഡ് ഫോമിൽ പവർ കിട്ടിയാൽ പിന്നെ ആൻസർ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് 32 raised to 2/5. ഓൾറെഡി 32 ഇപ്പോൾ നമ്മൾ 2 raised to 5 ആണെന്ന് പറഞ്ഞു അല്ലെ പ്രീവിയസ് പ്രോബ്ലത്തിൽ. അപ്പോൾ അതിനെ 2 raised to 5 എന്ന് കൊടുക്കാം. ഇനി 2 raised to 5 ഇത് raised to 2/5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 raised to 5 into 2/5. ഇപ്പോൾ 5ഉം 5ഉം ക്യാൻസൽ ചെയ്താൽ 2 raised to 2 വരും. അതായത് 4 ആണ് ആൻസർ. നെക്സ്റ്റ് ഇതേപോലെ 16 raised to 3/4. നമുക്കറിയാം 16 എന്ന് പറയുന്നത് 4 into 4 ആണ്. എഗെയിൻ നമുക്കിപ്പോൾ റേസ് ടു 4 ടേംസിലാക്കാൻ പറ്റുകയാണെങ്കിൽ, കാരണം റേസ് ടു 3/4 ആണ്. അപ്പോൾ ഈ ബൈ 4 എന്നുള്ള ടേം അല്ലെ, ആ പവറിൽ മുകളിലൊരു 4 വന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 ക്യാൻസൽ ആവും. ശരിയല്ലേ? അപ്പം അങ്ങനെ ആ നമ്പേഴ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ നോക്കുക, നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ നമ്പേഴ്സും പറ്റില്ല, പക്ഷെ ചില നമ്പേഴ്സ് പറ്റും. സോ 16 എന്ന് പറയുന്നത് 4 into 4 ആണ്. ഈ 4 എന്ന് പറയുന്നത് 2 square ആണ് അല്ലെ. അപ്പൊ 2 square into 2 square എന്താ? 2 raised to 2 plus 2. അതായത് 2 എത്ര തവണ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്? 4 ടൈംസ്. അപ്പൊ 2 raised to 4. അപ്പൊ 2 raised to 4 raised to 3/4. അഗെയിൻ a raised to m into n അപ്ലൈ ചെയ്യുക. 2 raised to 4 into 3/4. 4ഉം 4ഉം ക്യാൻസൽ ചെയ്തു. 2 raised to 3 എന്ന് പറയുന്നത് 8 ആണ് ആൻസർ. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് 125 raised to -1/3. ശ്രദ്ധിക്കേണ്ടത് -1/3 ആണ്. ഓക്കെ, അപ്പൊ മൈനസ് ഉള്ളത് നിങ്ങൾ എടുത്തെഴുതാൻ മറക്കരുത്.
സോ 125 റേസ് ടു മൈനസ് 1/3 ഉണ്ട്. അപ്പോൾ 3യുടെ പവറിൽ 125 എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ ഏതെങ്കിലും ഒരു നമ്പറിന്റെ? പറ്റും. നമുക്കറിയാം 5 ക്യൂബ് ആണ് 125. അപ്പോൾ 5 ക്യൂബ് റേസ് ടു മൈനസ് 1/3. അഗെയിൻ a റേസ് ടു m ഇൻറ്റു n അപ്ലൈ ചെയ്യാം. അപ്പോൾ 5 റേസ് ടു 3 ഇൻറ്റു മൈനസ് 1/3. ഇത് പവർ ആണ്. 3യും 3യും ക്യാൻസൽ ചെയ്താൽ 5 റേസ് ടു മൈനസ് 1 വരും. 5 റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇതുപോലെ പവേഴ്സ് നെഗറ്റീവ് വന്നാൽ റെസിപ്രോക്കൽ ആക്കാം. സോ 1/5. ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് 1/5 ആൻസർ കിട്ടുന്നത്. നെക്സ്റ്റ് സിംപ്ലിഫൈ 2 റേസ് ടു 2/3 ഇൻറ്റു 2 റേസ് ടു 1/5. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇതേപോലെ എക്സ്പോണൻസ് പവർ ഫോമിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. 2 റേസ് ടു 2/3 ഇൻറ്റു 2 റേസ് ടു 1/5. അതായത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ലോ ഓഫ് എക്സ്പോണന്റ് a റേസ് ടു m ഇൻറ്റു a റേസ് ടു n ഇസ് ഈക്വൽ ടു ബേസ് സെയിം ആണെങ്കിൽ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. ദാറ്റ് ഇസ് a റേസ് ടു m പ്ലസ് n. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ ബേസ് 2 ആണ്. സോ 2 റേസ് ടു 2/3 പ്ലസ് 1/5 ചെയ്യും. 2/3 പ്ലസ് 1/5. അപ്പോൾ ആദ്യം നമുക്ക് ഈ പവർ മാത്രം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. 2/3 പ്ലസ് 1/5 എന്താ ചെയ്യേണ്ടത്? സാധാരണ LCM എടുക്കുന്ന പോലെ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ കോമൺ ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സോ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 5 10 പ്ലസ് 3 ഇൻറ്റു 1 3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 5 15. അപ്പോൾ 13 ഡിവൈഡഡ് ബൈ 15. ഇതാണ് പവർ വരുന്നത് കേട്ടോ. ഇത് പവർ ആണ്. അപ്പോൾ 2 റേസ് ടു 13 ഡിവൈഡഡ് ബൈ 15 കിട്ടും. അത് ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് 1/3 ക്യൂബ് റേസ് ടു 7. ശ്രദ്ധിക്കുക, ഓൾറെഡി 1ന് ഏത് പവർ വന്നാലും 1 തന്നെയാണ്. ഓക്കെ, 1 ഡിവൈഡഡ് ബൈ 3 റേസ് ടു 3 ഹോൾ റേസ് ടു 7 ആണ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 3 റേസ് ടു 3നെ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം ഞാൻ ആ ഉള്ളിലത്തെ ടേം മാത്രമേ എടുക്കുന്നുള്ളൂ. അതിനെ നമുക്ക് 3 റേസ് ടു മൈനസ് 3 എന്ന് എഴുതാം അല്ലേ? ഇനി ഇത് റേസ് ടു 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ടേം റേസ് ടു 7. അപ്പോൾ a റേസ് ടു m റേസ് ടു n എന്താ? a റേസ് ടു m ഇൻറ്റു a റേസ് ടു n. ദാറ്റ് ഇസ് 3 റേസ് ടു മൈനസ് 3 ഇൻറ്റു 7. അതായത് 3 റേസ് ടു മൈനസ് 21. ക്ലിയർ ആയല്ലോ? ഈ 3 റേസ് ടു മൈനസ് 21 എങ്ങനെ എഴുതിയാൽ മതി? 1/3 റേസ് ടു 21. പവർ പോസിറ്റീവ് ആയിട്ട് എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 3 റേസ് ടു മൈനസ് 21 എന്ന് എഴുതിയാലും കറക്റ്റ് തന്നെ. ലാസ്റ്റ് വൺ 11 റേസ് ടു 1/2 ഡിവൈഡഡ് ബൈ 11 റേസ് ടു 1/4. അതായത് സെയിം നമ്പർ ആണ്, പവേഴ്സ് ഡിഫറെൻ്റ് ആണ്, കോഷ്യന്റ് മീൻസ് ഡിവിഷൻ ഫോമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പവേഴ്സ് സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അതായത് ന്യൂമറേറ്ററിലെ പവർ മൈനസ് ഡിനോമിനേറ്ററിലെ പവർ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ 11 റേസ് ടു 1/2 ബൈ 11 റേസ് ടു 1/4 എന്ത് ചെയ്താൽ മതി? 11 റേസ് ടു 1/2 മൈനസ് 1/4. a റേസ് ടു m ബൈ a റേസ് ടു n എന്ന് പറയുന്നത് a റേസ് ടു m മൈനസ് n ആണ്. ഓക്കെ, m എന്ന് പറയുന്നത് ന്യൂമറേറ്ററിന്റെ പവർ ആണ്, n എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിന്റെ പവർ ആണ്. അത് കെയർഫുൾ ആയിരിക്കണം. എപ്പോഴും ന്യൂമറേറ്ററിന്റെ പവർ മൈനസ് ഡിനോമിനേറ്ററിന്റെ പവർ ആണ് ചെയ്യേണ്ടത്. സോ 11 റേസ് ടു 1/2 മൈനസ് 1/4. അപ്പോൾ ആദ്യം ഈ പവർ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 1/2 മൈനസ് 1/4 എന്താ ചെയ്യേണ്ടത്? അഗെയിൻ LCM എടുക്കുക. സോ 2 എന്ന് പറയുന്നത് 2 റേസ് ടു 1, 4 എന്ന് പറയുന്നത് 2 റേസ് ടു 2. സോ കോമൺ ഫാക്ടർ 2 ആണ്. അതിന്റെ ഹയസ്റ്റ് പവറുള്ള ടേം 2 റേസ് ടു 2, അതാണ് LCM വരും. സോ 4. വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതും കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഇവിടെ 2ഉം 4ഉം മാത്രമേ ഉള്ളൂ. അതിൽ 2 ആണ് കോമൺ ഫാക്ടർ. 2 റേസ് ടു 2 ആണ് ഹയസ്റ്റ് പവറുള്ള ടേം. സോ അതാണ് LCM ആയിട്ട് എടുക്കേണ്ടത്. സോ 4 ആണ് LCM. അപ്പോൾ ഫസ്റ്റ് ടേം ഡിനോമിനേറ്റർ 4 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിനെ ഇൻറ്റു 2 ചെയ്യുക അല്ലേ? സോ ഇവിടെ 2 വരും, താഴെ 4 വരും. സോ 2/4 മൈനസ് 1/4. ഇനി നമുക്കറിയാം ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റേഴ്സ് ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. 2 മൈനസ് 1/4, അതായത് 1/4. ഇതാണ് പവർ കിട്ടുക കേട്ടോ. ഇത് ഈക്വൽ ടു ആണ് 1/4 കിട്ടി. സോ ഇവിടെ
അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 11 raised to 1/4 ആണ്. ഓക്കെ, അതായത് പവേഴ്സിന്റെ കാര്യം മാത്രമാണ് ഞാൻ സിംപ്ലിഫിക്കേഷൻ പറഞ്ഞത്. 1/2 മൈനസ് 1/4 എന്ന് പറയുന്നത് നമുക്ക് 1/4 തന്നെ കിട്ടും. സോ 11 raised to 1/4 ആണ് ആൻസർ വരും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 7 raised to 1/2 into 8 raised to 1/2. ഇവിടെ ബേസ് ഡിഫറെന്റ് ആണ്. ഓക്കെ, പക്ഷെ പവേഴ്സ് സെയിം ആണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ആ എക്സ്പോണന്റ് സെയിം ആണ്. 7 raised to 1/2 8 raised to 1/2. So a raised to m into b raised to m എന്ന് പറയുന്നത് a into b whole raised to m എന്ന് എഴുതാൻ പറ്റും. ഇതാണ് ലോ. സോ 7 into 8 raised to പവർ സെയിം അല്ല 1/2. 7 into 8 56 ആണ് raised to 1/2. ഇതാണ് ആൻസർ. താങ്ക് യു.